ശ്രീ എ സജീവൻ, ഈ ധാരണാപത്രം ഒപ്പിടാൻ ആരാണോ നിർദ്ദേശിച്ചത് ആ ആൾ തന്നെയാണ് ചർച്ചകൾക്ക് ഇന്ന് നേതൃത്വം വഹിച്ചത്. മുഖ്യമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് PM-ശ്രീ ധാരണാപത്രത്തിലേക്ക് വേഗത്തിൽ പോയതെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ പോലും CPI അയഞ്ഞിട്ടില്ല. ഇനി എന്താണ് അങ്ങ് മുന്നിൽ കാണുന്നത്? ഇപ്പോൾ ഈ ധാരണാപത്രം മരവിപ്പിച്ച് നിർത്തണം എന്നാണ് ഇപ്പോൾ CPI ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന രൂപത്തിൽ CPM പ്രതികരിക്കുന്നു. ഇനി ചർച്ചകൾ മുന്നോട്ട് പോകുമോ? മന്ത്രിമാരെ എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. കൗൺസിലിന് ശേഷം ഒരുപക്ഷേ മന്ത്രിമാരെ പിൻവലിച്ചേക്കുന്ന തീരുമാനത്തിലേക്കും പോകും. പിന്നെ എന്താണ്? തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാവുന്നത്. നമുക്കറിയാവുന്ന പോലെ മുഖ്യമന്ത്രി ഇന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത രീതിയിൽ, ഇനി ബിനോയ് വിശ്വം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ പോലും അതിന് സമ്മതിക്കാത്ത രീതിയിൽ CPIയുടെ എല്ലാ നേതാക്കന്മാരും അവരുടെ യുവജന സംഘടനകൾ ഉൾപ്പെടെ അതിരൂക്ഷമായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അവരിപ്പോൾ D രാജ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന പോലെ ഈ MOU, ഈ ധാരണാപത്രം മരവിപ്പിക്കണം. അങ്ങനെ ധാരണാപത്രം മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പം വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടി, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതിൽ ഒപ്പിടേണ്ടി ഗതികെട്ട് ഒപ്പിടേണ്ടി വന്നത് എന്ന് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി പറയുന്നുണ്ടല്ലോ. അതിനുള്ള കാശ് കിട്ടില്ല സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇത് മരവിപ്പിക്കുക എന്ന രീതിയില്ല. ഒന്ന് ഒപ്പിട്ട സംഗതിയിൽ ഈ ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒപ്പിട്ടതാണ്. അതിൽ മരവിപ്പിക്കാനുള്ള സാധ്യത പോലും നിയമപരമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെ മരവിപ്പിച്ചാൽ തന്നെ മരവിപ്പിച്ച് നിർത്തലാണ്, അപ്പോൾ അത് പിന്മാറല്ല. അപ്പോൾ അത് CPI അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പോലും തെറ്റായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഏത് രീതിയിൽ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം CPIക്ക് പോലും അറിയാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, എല്ലാ CPI നേതാക്കന്മാരും പറയുന്നത് ഇത് CPI പ്രശ്നമല്ല എന്ന് പറയുന്നത് പോലും തെറ്റായ കാര്യമാണ്. ഇത് CPI പ്രശ്നമാണ്, PM-ശ്രീ പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ PM-ശ്രീ എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്ന ഉറപ്പിൽ മാത്രം നടപ്പാക്കുന്ന ഒന്നാണ്. ആ ധാരണാപത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് പോലും ഇതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാമെന്ന ഉറപ്പിന്മേൽ മാത്രമാണ് കേരളത്തിലൊക്കെ ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ ഇന്ന് PM-ശ്രീ നടപ്പാക്കുന്നത്. ആ ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങൾ നടപ്പാക്കാനുള്ള ഫണ്ടല്ല ഇത്. മൊത്തം ഫണ്ട് SSK ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് തരണമെങ്കിൽ ഇങ്ങനെ വേണം എന്ന് പറയുമ്പോൾ 2 നിലപാടാണ് എടുക്കാവുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാടിൻ്റെ കാര്യത്തിൽ ചെയ്ത പോലെ അവർ കോടതിയിൽ പോയി. ഇപ്പോൾ ഇവിടെ ഈ CPI തമ്മിലുള്ള പ്രശ്നം വരുന്നു. അത് ഇപ്പോൾ CPI പറയുന്നത് ഞങ്ങൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനെതിരാണ്, വർഗീയവൽക്കരണം നടപ്പാക്കുന്നതിന് എതിരാണ്. എങ്കിൽ അവർ സമരം ചെയ്യേണ്ടത് മോദി സർക്കാരിനോടാണ്. ഇപ്പോൾ അവരുടെ പ്രശ്നം എന്താണ്? അവർ മന്ത്രിസഭയിൽ നിന്ന് ഒരുപക്ഷെ മന്ത്രിമാരെ പിൻവലിക്കുക, അതല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുക, പരസ്യമായിട്ട് അവരുടെ ദേശീയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒറ്റ കാര്യത്തിലാണ്. ഇത് MOU ഒപ്പിട്ടു. MOU ഒപ്പിടാനുള്ള ന്യായീകരണങ്ങൾ മുഖ്യമന്ത്രി കൃത്യമായി പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള CPI മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ പറയുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നേരത്തെ CPIയുടെ പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ പരിഗണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ MA ബേബി പോലും പറയുന്നത് CPIക്കെതിരായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇതാണ് പ്രശ്നം. ഒപ്പിട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പോകുന്നില്ല എന്നാണല്ലോ ശിവൻകുട്ടി പറഞ്ഞുള്ളത്. അത് ശരിയാണ് എങ്കിൽ CPIക്ക് പിന്നെന്താണ് പ്രശ്നം? ഇത് ഒപ്പിട്ട് കാശ് വാങ്ങുന്നു, നമ്മൾ നടപ്പാക്കുന്നില്ല എന്ന് പറയുന്നത് ആണ് അവർ വിശ്വസിക്കാമെങ്കിൽ അത് ഒരു മന്ത്രി പറയുന്നു, ഇനി മുഖ്യമന്ത്രി വേണമെങ്കിൽ പരസ്യമായി പറയാം, അത് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് മാറാം. കാരണം നടപ്പാക്കുന്നില്ലല്ലോ. അവർക്ക് എതിർപ്പ് ദേശീയ വിദ്യാഭ്യാസ നയത്തോടാണ് എങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ കാശ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കരുത്, സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമുണ്ടാക്കുക, അധ്യാപകരുടെ ശമ്പളം കൊടുക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയുന്നതിനോട് യോജിക്കുകയാണല്ലോ വേണ്ടത്. അപ്പം അവരുടെ പ്രശ്നം ഇതാണ്. അവരോട് പോലും നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞ പോലെ ഇതെന്ത് സർക്കാർ, എന്ത് മുന്നണി എന്നൊക്കെ ചോദിച്ച പോലെ എന്ത് കാര്യമാണ് അത്? നരേന്ദ്രമോദിയെക്കുറിച്ചല്ലല്ലോ പറയുന്നത്. അവർക്ക് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണെങ്കിൽ ഇതെന്ത് സർക്കാർ എന്ന് പറയണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും മോദി സർക്കാരിന് ഇതെന്ത് സർക്കാർ എന്ന് പറയാം. പക്ഷെ അതല്ല ഇവിടെ ബിനോയ് വിശ്വം പറഞ്ഞുള്ളത്. അതല്ല ഇവിടെ CPIയുടെ മിക്ക നേതാക്കൾ, പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള ആളുകളൊന്നും പറയുന്നത്. AISFൻ്റെ നേതാക്കന്മാർ പോലും പറയുന്നത് വളരെ കുറേ കൂടി കടുത്ത രൂപത്തിലാണ്.
ഈ പറയുന്ന പ്രശ്നമില്ലെങ്കിൽ ഇപ്പോൾ കാസർഗോഡ് ASFൻ്റെ സെക്രട്ടറി പറഞ്ഞുള്ളത്, നിങ്ങൾ മുണ്ട് മടക്കി സമരത്തിന് പോകുമ്പോൾ മുണ്ട് മടക്കി കുത്തരുത്, മടക്കി കുത്തിയാൽ കാക്കി ഡ്രസ്സ് കാണും എന്നുള്ളതാണ്. പേര് ആര്? SFIയോടാണെന്നുള്ള രീതിയിൽ പറഞ്ഞില്ല, ആരോടാണ് പ്രശ്നം? അപ്പോൾ പ്രശ്നം CPIയും CPMും തമ്മിലാണ്. ഒന്നുകിൽ ഈ പ്രശ്നം അവർ നേരത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കാതെ നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ അത് രഹസ്യമായിട്ടുള്ള ചർച്ചകളിലൂടെയും പ്രതിഷേധത്തിലൂടെയും പരിഹരിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ പരസ്യമാക്കപ്പെട്ടു. ഇനി എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ CPIയുടെ മുമ്പിലും CPMന്റെ മുന്നിലുള്ള പ്രശ്നം. അണികളെ ബോധ്യപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന പ്രതിസന്ധി CPIക്കുമുണ്ട്. ശ്രീ സജീവൻ, ഏത് സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതും പ്രധാനമാണല്ലോ. ഇപ്പോൾ CPMും CPIയും തമ്മിലൊരു കലഹമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലൊരു തീരുമാനം ഉണ്ടാകരുത് എന്നാണ് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചത്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനിടയ്ക്ക് രണ്ട് നിലപാടെടുക്കുന്ന, പ്രത്യയശാസ്ത്രപരമായി തന്നെ രണ്ട് നിലപാടായിരിക്കുന്നു എന്ന് പുറമേക്ക് തോന്നിക്കുന്ന രൂപത്തിലുള്ള കലഹമാണ് വന്നിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കുകയാണല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ പരിഹരിക്കാൻ സാധ്യത എന്നുള്ളതാണ്. ആര് വിട്ടുവീഴ്ച ചെയ്യും ശ്രീ സജീവൻ? CPI ഇതിൽ വിട്ടുവീഴ്ച ചെയ്താൽ, നേരത്തെ നവാസൊക്കെ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും അവർ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. പണ്ട് പൊന്നാനിയിൽ അവരുടെ സീറ്റ് എടുത്ത സമയം മുതലുള്ള ഓരോന്നെടുത്താൽ, വെളിയം ഭാർഗവനാണല്ലോ ഏറ്റവും രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നത്. അതുമുതൽ തന്നെ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള ഒന്നാണ്. ഒരു പക്ഷേ ഇതേപോലെ ഇത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ ഒരു തരത്തിൽ നടപ്പാക്കില്ല, വർഗീയ അജണ്ട നടപ്പാക്കില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇന്ന് പിന്മാറുന്നു പറയേണ്ടി വരും. അതവർ പറഞ്ഞാൽ അവർക്ക് എളുപ്പമല്ല. അണികളെ ബോധ്യപ്പെടുത്തൽ എളുപ്പമല്ല, പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്തൽ. പക്ഷേ അവരുടെ അണികളെ ബോധ്യപ്പെടുത്തൽ എത്രമാത്രം എളുപ്പമാണെന്നുള്ള കാര്യം നോക്കേണ്ടതുണ്ട്. അതേപോലെ MOUവിൽ നിന്ന് പിന്മാറാൻ, MOU എന്താണ് റദ്ദാക്കാനോ അല്ലെങ്കിൽ MOU ഫ്രീസ് ചെയ്യാനോ സർക്കാർ തീരുമാനിച്ചാൽ, അങ്ങനെ നിലപാടിലേക്ക് ഈ മുഖ്യമന്ത്രി പോയാൽ സർക്കാരിൻ്റെ വിശ്വാസ്യതയല്ല, സർക്കാരിന് പിന്നെ എന്താണുള്ളത്? സർക്കാർ പൂർണ്ണമായിട്ടും കീഴടങ്ങി എന്നൊരവസ്ഥ വരും. മാത്രമല്ല ഈ കാശ് കിട്ടുന്നൊരവസ്ഥയില്ല. കൂടുതൽ പ്രതികാരം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകും. ഇപ്പം സത്യത്തിൽ നമ്മൾ ആരും ഉണ്ടാക്കിയ പ്രശ്നമല്ല, ഈ രണ്ട് പാർട്ടിയുടെയും നേതാക്കന്മാർ ഉണ്ടാക്കിയ, തമ്മിലല്ല, അവരുണ്ടാക്കിയ പ്രശ്നമാണ് ഇത്. അവർ പരസ്പരം ചർച്ച ചെയ്യേണ്ടതായിരുന്നു. ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ മുന്നണിയിൽ ചർച്ച ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് എല്ലാം കൂടി വ്രണമായി അങ്ങേയറ്റം കാലുമുറിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുമെന്നുള്ള കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ മതിയാകൂ. അത് CPI ആവാനാണ് കുറേ കൂടി സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.